ഞാൻ ഡോക്ടർ M.Sarngadharan. നമ്മൾ കഴിഞ്ഞ കുറേ ലക്കങ്ങളായി ശ്രീനാരായണ ഗുരുവിൻ്റെ സാമ്പത്തിക ദർശനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു വരികയാണ്. കഴിഞ്ഞ 2 ലക്കങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഗുരുവിൻ്റെ ഏറ്റവും പ്രകൃഷ്ടമായ ആഹ്വാനത്തിന് ഇന്നത്തെ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ പരിതസ്ഥിതിയിൽ, ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തെങ്കിലും കൂടുതൽ പ്രസക്തി ഉണ്ടോ എന്നാണ് നമ്മുടെ ചർച്ച. വളരെ മുന്നോട്ട് പോകാതെ തന്നെ, വളരെ ആഴത്തിൽ പോകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഗുരു എന്ന സ്വതന്ത്രമായ മൗലികമായ ആശയങ്ങൾ ഉരുത്തിരിച്ച് സ്വാതന്ത്ര്യബോധത്തോടെ ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിജ്ഞാനം ആർജിച്ചിരിക്കണം. അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്നുള്ളതാണ്. 1903 SNDP യോഗം സ്ഥാപിച്ച അവസരത്തിൽ തന്നെ ഒന്നാമത് പറഞ്ഞ കാര്യം വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക. ആ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള വിദ്യാഭ്യാസം 1928 ശിവഗിരി തീർത്ഥാടനത്തിന് വേണ്ടി ഗുരു അരുൾ ചെയ്ത 8 വിഷയങ്ങളിലും പ്രഥമ സ്ഥാനത്ത് വന്നിരുന്നു. നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോ വർഷവും ശിവഗിരി തീർത്ഥാടന വേളയിൽ ചർച്ച ചെയ്യാറുണ്ട്. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: ഈ നവീന കാലഘട്ടത്തിൽ വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നുള്ള ആശയം വിജ്ഞാനം സമ്പദ് മേഖലയിൽ, സാമൂഹിക വ്യവസ്ഥതയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി എന്നല്ല, ഒരു പടി കൂടി മുന്നോട്ട് പോയി നമുക്ക് കാണാനായത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ ഘടകമായി മാറിയിരിക്കുന്നു വിജ്ഞാന മൂലധനം അല്ലെങ്കിൽ വൈജ്ഞാനിക സമ്പത്ത്. അപ്പോൾ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളുകൊണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ അതിപ്രധാനമായ, അതിനിർണായകമായ ഒരു ഘടകമായി വിദ്യാഭ്യാസം മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ചർച്ച കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് രണ്ടാമത് ഉള്ള ആഹ്വാനം നമുക്കെടുക്കാം. സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ളതാണ് 1903 യോഗം സ്ഥാപിച്ച അവസരത്തിൽ തന്നെ ഗുരു നമ്മെ ഉദ്ബോധിപ്പിച്ചത്. സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ളത് മറ്റൊരു ഭാവത്തിൽ യൂണിറ്റി സ്ട്രെങ്ത് അല്ലെങ്കിൽ ഐകമത്യം മഹാബലം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ സമൂഹത്തിൽ പരമ്പരാഗതമായി കേട്ടുകൊണ്ടിരുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ അബ്രഹാം ലിങ്കന്റെ ആഹ്വാനം, അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവം, ഇതൊക്കെ എടുത്തിരുന്നാൽ സംഘടിച്ച് ശക്തരാകുക എന്നുള്ളത് പല ഭാവത്തിലും രൂപത്തിലും നമുക്ക് കാണാനാവും. പക്ഷേ ഗുരു ഇത് പറയുമ്പോൾ ഒരു പ്രത്യേക സമൂഹത്തോടാണ് പറഞ്ഞത്. വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ട് സമൂഹത്തിൽ മുൻനിരയിൽ ഒരു തരത്തിലും അവർ വരാതിരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്ന കാലഘട്ടത്തിൽ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന ഉപാധികളിൽ ഒന്നായി ഗുരു കണ്ടത് സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ളതാണ്. അന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചും താഴ്ന്ന വിഭാഗങ്ങളിൽ പെട്ടവരുടെ ഇടയിൽ ചില വാക്കുകൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതിങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ്. ഒന്ന് യോഗം, അല്ലെങ്കിൽ സഭ, അതല്ലെങ്കിൽ സംഘം. ഇമാതിരി വാക്കുകളൊന്നും അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതേയില്ല. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ 1888 അതിവിപ്ലവകരമായ പ്രതിഷ്ഠയ്ക്ക് ശേഷം ആ അരുവിപ്പുറം ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ഗുരു ഒരു യോഗം സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. ഈ അരുവിപ്പുറം ക്ഷേത്രയോഗം 1903 SNDP യോഗമായി മാറിയപ്പോൾ ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ച ഡോക്ടർ പൽപ്പുവിനെ നമ്മൾ വിസ്മരിക്കരുത്. ഡോക്ടർ പൽപ്പു വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പോയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ നാളും ബാംഗ്ലൂർ, മൈസൂർ, ബറോഡ തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നതുകൊണ്ടും, അതുപോലെ തന്നെ മുന്നോക്ക ജനവിഭാഗങ്ങളുമായി കൂടുതൽ സംസർഗം ഉണ്ടായിരുന്നതുകൊണ്ടും അദ്ദേഹത്തിന് ഈ സഭാ യോഗം തുടങ്ങിയതിനെ പറ്റിയൊക്കെ നല്ല ജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഗുരുവിൻ്റെ അനുമതി തേടിയത്. അത് ഗുരു അനുവദിക്കുകയും ചെയ്തു. അനുവദിച്ച സന്ദർഭത്തിൽ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും
അതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് മുറയനുസരിച്ച് ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്നത്. തുടർന്നും നമുക്ക് ചർച്ച ചെയ്യാൻ പല പല വിഷയങ്ങളുമുണ്ട്. അതിൽ ആദ്യത്തേതാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക. നമ്മളത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തേതാണ് സംഘടന കൊണ്ട് ശക്തരാകുക. സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞ ഗുരു 1903 മുതൽ 1928 വരെയുള്ള 25 വർഷക്കാലം ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയിട്ട് അടങ്ങിയിരുന്നില്ല. ഗുരുവിനെ സംബന്ധിച്ചോളം അണികളോട് നിരന്തരമായി ഈ സംഘടനാ ബലം നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമെന്ന് ധരിപ്പിക്കുന്നതിന് വേണ്ടി സ്വയം ചില പ്രവർത്തനങ്ങൾ ചെയ്തു കാണിച്ചു കൊടുത്തു. അതിൽ 1903 SNDP യോഗം സ്ഥാപിച്ചതിന് ശേഷം പല പല സ്ഥലങ്ങളിലും പല പല പേരുകളിൽ സഭകളും യോഗങ്ങളും ഒക്കെ നിലവിൽ വന്നു കഴിഞ്ഞു. സംഘവും വന്നിരുന്നു, പരസ്പര സഹായ സംഘങ്ങൾ. ഇങ്ങനെ ഉള്ളത് വന്നപ്പോൾ ഗുരുവിന് ഒരു ചിന്ത കൂടി ഉണ്ടായത് 1909 പരോപകാരാർത്ഥം പ്രവർത്തിക്കുന്ന സർവസംഘ പരിത്യാഗികളായിട്ടുള്ള സന്യാസിമാരുടെ ഒരു സംഘം വേണമെന്ന് ഗുരു ആഗ്രഹിച്ചു. 1914 ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരു ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അത് ഫലപ്രാപ്തിയിലെത്തിയത് 1928 മാത്രം. 1928 ശ്രീനാരായണ ധർമ്മസംഘം തൃശ്ശൂർ രജിസ്റ്റർ ചെയ്ത് ശിവഗിരി ആസ്ഥാനമാക്കി പ്രവർത്തനം തുടങ്ങി. അതിൻ്റെ പേര് സംഘം എന്നാണ്, മറ്റേതിൻ്റെ പേര് യോഗം എന്നാണ്. ഒന്നിൽ ആത്മീയ ആചാര്യന്മാർക്ക് മാത്രം പ്രവേശനം, അംഗങ്ങളായി ചേരാൻ കഴിയും. മറ്റുള്ളത് സമൂഹത്തിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഏത് ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ചേർന്ന് പ്രവർത്തിക്കാവുന്ന ഒരു സന്നദ്ധ സംഘടനയായി. പക്ഷേ ഈ 2 സംഘടനകളും രജിസ്റ്റർ ചെയ്തത് ജോൺ സ്റ്റോക്ക് കമ്പനി നിയമപ്രകാരം ആണെന്ന് മാത്രമല്ല, ഇതിനിടയിലുള്ള 25 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ ഗുരു വളരെ വ്യക്തമായി പറഞ്ഞതാ, നമ്മൾ ഇമാതിരിയുള്ള സംഘം ചേരുന്നത് അല്ലെങ്കിൽ സഭകൾ സ്ഥാപിക്കുന്നത് അതല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള സംഘടിതമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ സംഘടിതമായ ശ്രമങ്ങളിലൂടെ നമുക്ക് 4 കാര്യങ്ങൾ നേടിയെടുക്കാനാവണം. ഒന്നാമത്തെ കാര്യം, വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഇങ്ങനെയുള്ള സഭകൾ പ്രവർത്തിക്കുന്നത്. അതിൽ സന്യാസി സംഘത്തിനോ അതല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയുള്ള യോഗത്തിനോ വ്യത്യാസവും കൽപ്പിച്ചിരുന്ന ഇവയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരേ രീതിയിൽ പോകണമെന്ന് പറഞ്ഞ് ഒരേ ഒരു വ്യത്യാസം കാണുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, വ്യവസായ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ, ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ ഒക്കെ ഗുരു മാതൃകയായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാരണം ഇവിടെ ഓരോരുത്തരും ശിവഗിരി ആസ്ഥാനമാക്കി പല പല ചെറുകിട സംരംഭങ്ങളും തുടങ്ങി. അതുപോലെ നാടിൽ മുഴുവന് നടന്ന് ഗുരു ആഹ്വാനം ചെയ്തത്, നിങ്ങളിൽ പണക്കാരായിട്ടുള്ളവർ കമ്പനികൾ രൂപീകരിച്ച് കൂടുതൽ മൂലധനം സ്വരൂപിച്ച് പുതിയ യന്ത്രസാമഗ്രികൾ ഇറക്കുമതി ചെയ്ത് പുതിയ ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം നേടി പുതിയ പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങണമെന്നാണ്. അതുപോലെ തന്നെ കാർഷിക പ്രവർത്തനങ്ങളിലും ഒക്കെ വ്യാപരിക്കണമെന്ന് പറഞ്ഞതാണ് ഗുരു. ഒപ്പം തന്നെ ഈ ആത്മീയ സംഘടനയിലൂടെയും മറ്റ് സഭകളുടെ പ്രവർത്തനത്തിലൂടെയും സദാചാര ബോധവും ആത്മീയമായ ജ്ഞാനവും നേടിയെടുക്കുന്നതിന് ഗുരു പറഞ്ഞു. ആത്മീയ ജ്ഞാനത്തിനും ഒരു സവിശേഷത ഉണ്ടായിരുന്നു. സാധാരണഗതിയിലുള്ളതല്ല. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു മതാതീത ആത്മീയത എന്നുള്ളതാണ്. ആത്മീയമായ സൗഖ്യം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോഴൊരു ചോദ്യം ന്യായമായി വരും. ഇമാതിരി പ്രവർത്തനങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇതിനെന്താണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്, ഇന്നും സംഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംരംഭങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൂട്ടായ്മകൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ വളരെ കൂടുതൽ സംഭാവനകൾ ചെയ്യുന്നുണ്ട്. ആ സംഭാവനകൾ വളരെ പ്രകടമായി സാമൂഹിക കാര്യങ്ങളിൽ, അതുപോലെ തന്നെ സാംസ്കാരിക രംഗങ്ങളിൽ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ നിയമ കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാനാവും. പക്ഷേ ഈ 4 മേഖലകൾ ഞാൻ പറഞ്ഞതിനേക്കാളേറെ സംഘടനാ പ്രവർത്തനം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴായിരിക്കും. കൃഷിയായാലും മറ്റ് ഉൽപ്പാദന മേഖലയിലുള്ള കാര്യങ്ങളായാലും ബാങ്കിങ് ഉൾപ്പെടെയുള്ള മറ്റ് സേവന മേഖലകളിലായാലും പ്രവർത്തനങ്ങൾ ഓരോന്നൊന്നൊന്നായി
ഗുരു എണ്ണി എണ്ണി പറഞ്ഞിട്ട് അവയിൽ ഓരോന്നിലും നിങ്ങൾ ഏർപ്പെടണമെന്നും സാമ്പത്തിക അഭിവൃദ്ധി നേടണമെന്നും സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിൽ മുൻനിരയിലെത്താൻ കഴിയൂ, നിങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് പ്രവേശിക്കാനാവൂ എന്ന് ആഹ്വാനം ചെയ്ത ഗുരുവിനെയാണ് നമ്മൾ വാഴ്ത്തേണ്ടത്. അങ്ങനെയെങ്കിൽ ഇപ്പറഞ്ഞ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആധുനിക കാലഘട്ടത്തിൽ എന്ത് പ്രസക്തി എന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ലക്കം.